ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഓയിൽ ചേഞ്ചും അതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ് എഞ്ചിൻ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. വണ്ടി എഞ്ചിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. പെട്രോൾ ഓവർഫ്ലോ പോകേണ്ട ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പെട്രോൾ ഓവർഫ്ലോ പൈപ്പുകളുടെ താഴേക്ക് ചാടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ഭാഗം ഒന്ന് അയച്ച് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്ത കൂട്ടത്തിലൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ്. പക്ഷെ അത് വീണ്ടും പെട്രോൾ ലീക്കായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് കാർബറേറ്റർ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്ലോട്ട് വാൽവ് തൽക്കാലം ഒന്ന് മാറ്റി നോക്കാം. കാർബറേറ്റർ അസംബ്ലി അത്യാവശ്യം പഴക്കമുണ്ട്, അതായത് 15 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഈ ഫ്ലോട്ട് വാൽവ് മാത്രം മാറ്റിയിട്ടൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ നമുക്ക് ഈ യൂണിറ്റ് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. ഈ ഓവർഫ്ലോ നീഡിൽ മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് പെട്രോൾ ഓൺ ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാകുമ്പോഴാണ് ഡയറക്റ്റ് പൈപ്പിൽ കൂടെ പെട്രോൾ വരാം. അതായത് നമുക്കിവിടെ നോക്കുമ്പോൾ ഇതാണ് പെട്രോൾ പൈപ്പ്, അതിന് പെട്രോൾ ടാപ്പാണത്. അതിന് 2 പൈപ്പ് കാണാം. അടിയിലൊരു പൈപ്പുണ്ട്, മുകളിലൊരു പൈപ്പുണ്ട്. ഇതിൽ കൂടെയാണ് പെട്രോൾ ലൈൻ വരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അടിയിൽ കൂടെ വന്ന പൈപ്പിൽ കൂടെ ഏറ് വലിക്കുമ്പോഴാണ് മുകളിൽ കൂടെ പെട്രോൾ ഇറങ്ങാൻ പാടുള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ നിലവിൽ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ആ സിസ്റ്റം കംപ്ലൈൻ്റ് ആയിട്ട് ത്രൂഔട്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒരു കാരണമാണ് ഓവർഫ്ലോയ്ക്ക് വരാനായിട്ടുള്ളൊരു കാരണം കൂടിയാണ്. അപ്പോൾ ആ ടാപ്പും കൂടി കൂട്ടത്തിലൊന്നും മാറ്റിയിട്ടേക്കാം. കാരണം എന്ന് വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഓവർഫ്ലോ ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ടാങ്ക് കാര്യമാവുന്ന രീതിയിൽ പെട്രോൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്രോൾ ടാപ്പ് മാറ്റിയിടാം, കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്ലോട്ട് വാൽവ് മാറ്റാം, എഞ്ചിൻ ഓയിൽ മാറ്റാം, ഫിൽട്ടർ ക്ലീനിങ്, അതൊക്കെയാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് മാക്സിമം നേരത്തെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്.